ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നരുളിയ സ്വർഗീയ ദൂതങ്ങളോടുകൂടെ ചേർന്ന് പാടുവാനും ആരാധിപ്പാനും നമുക്ക് ഈ വർഷം ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തുതി അർപ്പിക്കുന്നു. ക്രിസ്മസ് കരോൾ ഫെസ്റ്റ് അല്ലെങ്കിൽ യൂത്ത് കരോൾ ഫെസ്റ്റ് ഇത് 3-ാം തവണയാണ് നാം ഒരുമിച്ച് കൂടി വരുവാനിടയാകുന്ന മുഖാന്തരം. കഴിഞ്ഞ വർഷം കട്ടപ്പന മേഖലയിൽ ഹൈറേഞ്ച് കൊച്ചു കൊച്ചു ദേവാലയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായ ഒരു പ്രോഗ്രാമായിട്ട് ഇത് നടത്തപ്പെട്ടു. അതിന് മുമ്പായിട്ട് ആദ്യമായി HRD സെന്ററിൽ വെച്ച് തന്നെ നമുക്ക് ആദ്യമായി ഈ ക്രിസ്മസ് കരോൾ ഫെസ്റ്റ് നടത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ക്രിസ്മസ് കാലയളവിൽ യുവജനങ്ങളെയും മാതാപിതാക്കളെയും പുതിയ തലമുറയും ഒക്കെ ചേർത്ത് ഒരുമിച്ച് ആഘോഷിക്കുവാനും സന്തോഷിപ്പാനും ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കുവയ്പ്പാനും ലഭിക്കുന്ന അവസരമായിട്ടാണ് ഈ അവസരം കണക്കാക്കുക. പ്രത്യേകാൽ ഇതിന് പുറകിൽ ഏറെ അധ്വാനങ്ങളും മെച്ചപ്പാടുകളും ശ്രമങ്ങളും ഉണ്ട് എന്നതിൽ തർക്കമേ ഇല്ല. എന്നോടൊപ്പം ഈ കാര്യങ്ങളിൽ സഹകരിക്കുന്ന യുവനപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകാൽ അഭ്യ തിരുമേനിയുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറെ ആവശ്യമായി വരുന്നത്. തീർച്ചയായും തിരുമേനി തിരക്കേറിയ ശുശ്രൂഷകളുടെ യാത്രകളുടെ മധ്യത്തിൽ നമുക്ക് തന്നതായ സമയക്രമം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. എങ്കിൽ പോലും തിരുമേനിയുടെ താല്പര്യവും നേതൃത്വവും നിർദ്ദേശങ്ങളും പ്രാർത്ഥനയും എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. തീർച്ചയായും എല്ലാ സംഘടനകൾക്കും സഭയ്ക്കും മഹാടവികം അത് ലഭ്യമാകുന്നു. പ്രത്യേകാൽ യുവജന പ്രസ്ഥാനത്തിന് തിരുമേനിയുടെ നേതൃത്വവും നിർദ്ദേശങ്ങളും എപ്പോഴും ഉൾക്കാഴ്ച നൽകുന്നതാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പല ചിന്തകളെ മുമ്പോട്ട് വയ്ക്കുമ്പോഴും തിരുമേനിയുടെ നിർദ്ദേശം വളരെ വിലയേറിയതായി പല അനുഭവങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും തിരുമേനിയുടെ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഈ പ്രോഗ്രാം ക്രമീകരിച്ച് ഒപ്പം എല്ലാ പിന്തുണയും നൽകി നമ്മോടുകൂടി ആയിരുന്ന് ഇന്ന് ക്രിസ്മസ് സന്ദേശം നൽകുവാനായിട്ട് തിരുമേനി ആയിരിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി റൈറ്റർ VS ഫ്രാൻസിസ് തിരുമേനിയെ 3ാമത് ക്രിസ്മസ് കരോൾ ഫെസ്റ്റിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് റവർ PC മാത്യുക്കുട്ടി അച്ഛനാണ്. പ്രിയ അച്ഛൻ്റെ സാന്നിധ്യത്തിനായി പ്രത്യേകം നന്ദി പറയുന്നു. അച്ഛനും തിരക്കേറിയ യാത്രകൾക്ക് ഒടുവിലാണ് നമ്മോട് കൂടി ആയിരിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി റവർ PC മാത്യുക്കുട്ടി അച്ഛനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിക്ക് പ്രത്യേകം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള റവർ TJ ബിജോയ് അച്ഛൻ വൈദിക സെക്രട്ടറി, പ്രിയ അച്ഛൻ്റെ സാന്നിധ്യത്തിനായി നേതൃത്വത്തിനായി പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക്, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കരോൾ ഫെസ്റ്റിലേക്ക് പ്രത്യേകം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹം ബഹുമാനമുള്ള ശ്രീമതി ഡാർലി ഫ്രാൻസിസ് കൊച്ചമ്മ നമ്മോടുകൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. ഏറ്റവും ആദരവോടുകൂടി ബഹുമാനത്തോടും കൂടി CSCകളുടെ മഹായിടവ വുമൻസ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റായി സേവനം ചെയ്യുന്ന ഡാർലി ഫ്രാൻസിസ് കൊച്ചമ്മയെ ക്രിസ്മസ് കരോൾ ഫെസ്റ്റിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യൂത്ത് ബോർഡ് സെക്രട്ടറി റവറൻ അരുൺ ജോസഫ് അച്ഛൻ നമ്മോട് കൂടി ആയിരിക്കുന്നു. പ്രിയ അച്ഛനെ ഏറ്റവും വിനയത്തോടുകൂടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ മഹാഭാരവാഹികളായിട്ട് പ്രവർത്തിക്കുന്നതായ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള അലക്സ് പീറ്റർ വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുന്നു. ലിതു മറിയം സക്കറിയ ജോയിന്റ് സെക്രട്ടറിയായി സേവനം ചെയ്യുന്നു. ജ്യോതിഷ് ജോൺസൺ ട്രഷററായി സേവനം ചെയ്യുന്നു. പ്രിയ ഭാരവാഹികളെ ഏറ്റവും വിനയത്തോടുകൂടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ചെയർമാൻ അച്ഛന്മാർ, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠൻ നമ്മോടുകൂടി ആയിരിക്കുന്നു. എല്ലാ അച്ഛന്മാരെയും എല്ലാ ശുശ്രൂഷകരെയും എല്ലാ കൊച്ചന്മാരെയും പ്രത്യേകം ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പല സഭകളിൽ നിന്ന് കടന്നു വന്ന് ഈ ക്രിസ്മസ് കരോൾ ഫെസ്റ്റ് ധന്യമാക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഒരുപക്ഷെ യുവജനങ്ങൾ മാത്രം വിചാരിച്ചത് കൊണ്ടല്ല, അവിടുത്തെ വികാരി അച്ഛന്മാർ, സഭാ ശുശ്രൂഷകർ, അവിടുത്തെ ചർച്ച കമ്മിറ്റി അംഗങ്ങൾ, വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്നടങ്കം വലിയ താല്പര്യത്തോടും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ശ്രമത്തോടും കൂടിയാണല്ലോ നമ്മൾ ചേർന്ന് വരുന്നത്. ഏറ്റവും വിനയത്തോടുകൂടി എല്ലാ യൂണിറ്റുകളെയും എല്ലാ സഭകളെയും എല്ലാ ദൈവമക്കളെയും എല്ലാ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും പ്രത്യേകം ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ, ഏറെ നാളത്തെ ചിന്തകൾ, പരിശീലനങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. ക്രിസ്മസ് കാലം നമുക്ക് അങ്ങനെയാണല്ലോ. അതിൻ്റെ പുറകിലുള്ളതായ എല്ലാ ശ്രമങ്ങളെ മാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ ലഭിക്കുന്ന ഈ അവസരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും വിനയത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.
വിവിധ സഹായങ്ങളുടെ നമ്മെ സഹായിക്കുന്ന പലര് ഈ പ്രോഗ്രാമിന് നമുക്ക് സാമ്പത്തികമായി സഹായിക്കുന്നു. നിങ്ങൾ നോട്ടീസ് കണ്ട് എന്നും ഞാൻ വിചാരിക്കുന്നു. അതിന് പുറകിൽ മൊത്തം പരസ്യങ്ങളുടേതാണ്. അവരെ കൊണ്ടാണ് ഈ പ്രോഗ്രാം ചെയ്യിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അവർ നൽകിയ സംഭാവനകളെയും ദാനങ്ങളെയും പ്രത്യേകം ഓർക്കുന്നു. സൗണ്ട് സിസ്റ്റം നൽകുന്ന FS Pro സഹോദരങ്ങളെയും മറ്റിതര സഹായങ്ങൾ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രോഗ്രാമിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ഈസ്റ്റ് കേരള മഹായിടവക ട്രഷറായി സേവനം അനുഷ്ഠിക്കുന്ന റവറൻ PC മാത്യുക്കുട്ടി അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അച്ഛനെ അധ്യക്ഷ പ്രസംഗം പറയുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിനന്ദ VS ഫ്രാൻസിസ് തിരുമേനി, സ്നേഹമുള്ള ഡാൽ ഫ്രാൻസിസ് കൊച്ചമ്മ, സ്നേഹമുള്ള TJ ബിജോയ് അച്ഛൻ, മഹായിടവക യുവജന പ്രസ്ഥാനത്തിന് ശക്തമായ നേതൃത്വം നൽകുന്ന ഏറ്റവും സ്നേഹമുള്ള രാജേഷ് പത്രോസ് അച്ഛൻ, അരുൺ ജോസഫ് അച്ഛൻ, സ്നേഹമുള്ള അലക്സ്, ലിത്തു മറിയം, സ്നേഹമുള്ള ജ്യോതിസ് ജോൺസൺ, വേദിയിലായിരിക്കുന്ന ഏറ്റവും ആദരണീയരായ വൈദികരെ, സഭാ ശുശ്രൂഷകരെ, ഇവാഞ്ചലിസ്റ്റ്, മിഷണറിമാർ, സഭാപ്രവർത്തകർ, ഇന്ന് ഈ പ്രത്യേകമായ കരോൾ ഫെസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുന്ന ധാരാളം ക്രിസ്മസ് ഫാദർമാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വിദ്വാൻമാരും ധാരാളം ഇവിടെ പങ്കെടുക്കുന്നു. അതുപോലെ ഇടയന്മാർ, അങ്ങനെ ക്രിസ്മസിൻ്റെ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് പ്രത്യേകമായ ഈ ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഈ ധന്യ അവസരത്തിൽ ക്രിസ്മസിൻ്റെ എല്ലാവിധമായ നന്മകളും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഞാനും കുടുംബമായി മഹായിടവകയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ഏറ്റവും അനുഗ്രഹമായ ക്രിസ്മസും പുതുവത്സരവും ദൈവം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും മഹായിടവകയായി തിരുവനോട് ചേർന്ന് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. വളരെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ എല്ലാ വർഷവും ദൈവം അനുവദിക്കുക. കാരണം ക്രിസ്മസിൻ്റെ പ്രതിസന്ധികൾ നാം ഓരോരുത്തരും അറിയണം എന്നത് ദൈവം ആഗ്രഹിച്ചുകൊണ്ടാവാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസ പ്രതികൂലങ്ങളുടെ ആയിരിക്കും എവിടെയും ക്രിസ്മസ് സെലിബ്രേഷൻസ് നടക്കുക. അതതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. നാം ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ ആദ്യത്തെ ഒന്നിൻ്റെ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ക്രിസ്തുമസിനെ കുറിച്ചുള്ള വിവരണം ലൂക്കോസ് സുവിശേഷകൻ നമുക്ക് നൽകി തരുമ്പോൾ യഹൂദനുമായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രാജാവിൻ്റെ വിവരണത്തോടു കൂടിയാണ് 2-ാം അധ്യായത്തിൽ അദ്ദേഹം നമുക്ക് അതിലേക്കുള്ള ചിന്തകളെ തുറന്നു തരുന്നത്. ഇവിടെ വാസ്തവത്തിൽ എന്താണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ ഉത്തരവാദിത്വം എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാം. യഹൂദരുമായിട്ടോ വിശ്വാസ പ്രമാണമായിട്ടോ യഹൂദ വിശ്വാസ ഗ്രന്ഥമായിട്ടോ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മശിഹായ പ്രതീക്ഷയെക്കുറിച്ചൊന്നും യാതൊരു അറിവോ അതിനെക്കുറിച്ച് യാതൊരു പരിഗണനയും കൊടുക്കാത്ത രാജാവ് തന്നെയായിരുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിരുന്ന എല്ലാ അധികാരികളും. AD 300 വരെയുള്ള കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ സഭയെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു നേതൃത്വത്തിൻ്റെ നിരയെന്ന നിലയിൽ 10 നീറോമാരെ, നീറോ ഉൾപ്പെടെയുള്ള 10 കൈസർമാരെ കുറിച്ച് ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയും. അതിലൊരാൾ തന്നെയാണ് ഔഗസ്തോസ് കൈസർ. ദൈവം നാം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ലോകത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഈ ഔഗസ്തസ് കൈസറിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. അതെന്താണ് വേഗം പറഞ്ഞാൽ അവസാനിപ്പിക്കുക, മറ്റൊന്നുമല്ല. യേശു എവിടെ ജനിക്കണം, രക്ഷകൻ എവിടെ ജനിക്കണം എന്ന മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് യേശു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷം മുമ്പ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇത് പ്രകാരമാണ് നമുക്കറിയാവുന്ന പോലെ ബേത്ലഹേം എഫ്രാത്തെ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എൻ്റെ ജനത്തെ മേയ്പ്പാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നതായിരുന്നു ആ പ്രമാണം അല്ലെങ്കിൽ ആ വെളിപ്പാട്. ആ പ്രവചനത്തിൻ്റെ പശ്ചാത്തല പ്രകാരമാണ് യഹൂദ ഗോത്രത്തിന് ദൈവം വിഭാഗിച്ച് നൽകിയ ഇടം എന്ന് പറയുന്നത് ഈ ബേത്ലഹേം ഉൾപ്പെടെയുള്ള പ്രദേശമാണ്.
സംഖ്യാപുസ്തകം 26:51-33-54 നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിലെ ഓരോ ഗോത്രത്തിനും പ്രത്യേകമായ സ്ഥലം ചീട്ടിട്ട് വിഭാഗിച്ച് ദൈവം നൽകി. അവരോട് 6 ദിവസം അധ്വാനിക്കുവാൻ പറഞ്ഞു, 7-ാം ദിവസം ആരാധിക്കുവാൻ പറഞ്ഞു. 6 വർഷം അധ്വാനിക്കുവാനും പറഞ്ഞു, 7-ാം ദിവസം ശബത്താണ്ടായി ആചരിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള 50-ാമത്തെ വർഷത്തിൽ വീണ്ടും താണ്ടാങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം, അഥവാ ജനസംഖ്യ അനുസരിച്ച് വീണ്ടും എല്ലാവർക്കും അവരുടേതായ ദേശത്ത് താമസിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ശബത്താണ്ട്, ജൂബിലി എന്ന 2 പ്രമാണങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ യഹൂദരും ഇസ്രായേലും പരാജയപ്പെട്ടതിന്റെ ഫലമായി മണ്ണ് നഷ്ടപ്പെട്ട് ഉപജീവനത്തിന് വേണ്ടി അഭയാർത്ഥികളായി, പ്രവാസികളായി യഹൂദയിലുള്ളവരും ചുറ്റുപാടുള്ളവരും കടന്നു പോകേണ്ടതായി വന്നു. അങ്ങനെ യോസേഫിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ദാവീദിന്റെ പിന്തുണക്കാരനായ യോസേഫിന്റെ അവകാശ ഭൂമിയിൽ നിന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്റെ ഭൂമിയെല്ലാം വിറ്റ് ഉപജീവനത്തിന് വേണ്ടി അദ്ദേഹം വളരെ ദൂരെ, ഏകദേശം 250 കിലോമീറ്റർ ദൂരെയുള്ള നാസറത്തിലെ പ്രദേശത്തിലേക്ക് കടന്നു പോവുകയും അവിടെ തടിപ്പണിക്കാരനായി ജീവിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള വിവരണം നൽകുകയും അവിടെ വെച്ച് മറിയ ഗർഭിണിയാകുകയും ചെയ്തു. നമുക്ക് വൃത്താന്തങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന അധികം വിവരിക്കുന്നില്ല. ഗർഭിണിയായ മറിയ രക്ഷകനെ പ്രസവിക്കേണ്ട സ്ഥലത്ത് അവർക്ക് സ്ഥലമില്ല. അവർ വളരെ ദൂരത്തിലാണ്, മറ്റൊരു ദേശത്തിലാണ്. അവരന്യ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ട് ഉപജീവനത്തിന് വേണ്ടി വളരെ ബന്ധപ്പെടുന്ന ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലാണ്. അങ്ങനെ നസറത്തിൽ കഴിയേണ്ടി വരുന്ന യോസഫിനെ വേദവചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ബേത്ലഹേമിൽ എത്തിക്കുവാൻ അവിടെ യാതൊരു നേതാക്കന്മാരുമില്ല. ആ അവസരത്തിൽ നാം തിരിച്ചറിയുന്ന ഒരു വലിയ വാർത്തയാണ് 2-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം. അന്ന് ഭരണാധികാരിയായിരുന്ന രാജാവിന്റെ ഉള്ളിൽ സർവശക്തനായ ദൈവം ഇടപെടുകയാണ്. അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, അതെ, ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം നാട്ടിൽ ചെന്ന് അവരുടെ ജനസംഖ്യ എടുക്കണം എന്ന് ഉള്ള ഒരു ചിന്ത. സർവശക്തനായ ദൈവം അഗസ്റ്റസ് കൈസർ എന്ന രാജാവിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഫലമായി അദ്ദേഹം ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. അതേ റോമൻ സാമ്രാജ്യത്തിലെ ഓരോ വ്യക്തികളും വിദേശത്ത് താമസിച്ചാലും കൊള്ളാം, സ്വദേശത്ത് താമസിച്ചാലും കൊള്ളാം, സ്വന്തം നാട്ടിൽ പോയി ജനസംഖ്യ എടുക്കണമെന്നുള്ള ആ കൽപ്പന പുറപ്പെടുവിക്കുവാൻ സർവശക്തനായ ദൈവം ഈ രാജാവിന്റെ ഉള്ളിൽ ഇടപെട്ടതിന്റെ ഫലമായി അതെ, സ്വന്തം വീടും സ്വന്തം നാടും നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ നൂറ്റാണ്ടുകളായി അന്യദേശത്ത് പ്രവാസിയായി പാർക്കേണ്ടി വന്ന, അന്യദേശത്ത് കൂലിപ്പണിക്കാരനായി ജീവിക്കേണ്ടി വന്ന ആ യോസഫിനെ ദൈവത്തിന്റെ തിരുവെഴുത്ത് കൃത്യമായി പൂർത്തീകരിക്കുന്നതിന് ദൈവം ഇടപെട്ടതിന്റെ ഫലമായി ആ നാളിൽ അതെ യോസഫും മറിയയും ബേത്ലഹേമിലെത്തുവാൻ ദൈവം ഇടയാക്കി. അതെ, ദൈവം തന്റെ വാഗ്ദത്വം കൃത്യസമയത്ത് അത് അവൻ നിറവേറ്റും എന്ന വലിയ വലിയ അനുഗ്രഹമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ വ്യവസ്ഥകൾ അനുസരിക്കുന്നതില്, ദൈവത്തെ അനുസരിക്കുന്നതില് ഞാനും നിങ്ങളും പരാജയപ്പെട്ടാൽ അന്യമതസ്ഥരെ കൊണ്ടോ അന്യ ഭരണാധികാരികളെ കൊണ്ടോ ദൈവം തന്റെ പദ്ധതി നിറവേറ്റപ്പെടും എന്നുള്ള വലിയൊരു മുന്നറിയിപ്പും ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നുള്ള പാട്ട് നാം പാടുമ്പോൾ, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന പാട്ട് ഏറ്റുപാടിക്കൊണ്ട് നാം യേശുവിന്റെ ജനനത്തെ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ആചരിക്കുമ്പോൾ, അതെ, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റുന്നതിനായി നമ്മെ തന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നതിലൂടെ ഒരുപക്ഷെ യോസഫും ഒരുപക്ഷെ മറിയയും അതുപോലെ തങ്ങളെ തന്നെ സമർപ്പിച്ചതുപോലെ താൻ പോലും അറിയാതെ അഗസ്റ്റസ് കൈസർ ഇതിന്റെ ഭാഗമായി മാറുന്നത് പോലെ പ്രിയരെ, കർത്താവിനായി സമർപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹമായ ഒരു ജീവിതത്തിന് ഉടമയായി തീരുവാൻ 2024 ഈ യുവജന പ്രസ്ഥാനം നേരത്തുള്ള ക്രിസ്മസ് ഫെസ്റ്റ് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്മസിന്റെയും പുതു മത്സരത്തിന്റെയും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അതെ ഞാൻ വാക്ക് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു അച്ഛാ. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും ക്രിസ്തുമസ് സന്ദേശം നൽകുവാനും എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ
ഈസ്റ്റ് കേരള മഹായിടവകയുടെ അധ്യക്ഷനും യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായ റൈറ്റ് റവറൻ PS ഫ്രാൻസിസ് തിരുമേനിയെ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായും ക്രിസ്തുമസിന്റെ സന്ദേശം നൽകുന്നതിനായും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് CSI ഈസ്റ്റ് കേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ റൗണ്ട് മത്സരം 3ാമത് വർഷത്തിലേക്ക് ഈ 2024 ആണ്ടിൽ ഭംഗിയായിട്ട് നടത്തപ്പെടുവാൻ അതിന് തുടക്കം കുറിപ്പാൻ ദൈവം ഇടയാക്കിയതിന് ദൈവത്തിന് ആദ്യമായി നന്ദി അറിയിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിന് ശക്തമായ നേതൃത്വം നൽകുന്ന എത്രയും ബഹുമാന്യരായ രാജേഷ് അച്ഛൻ, അരുണച്ചൻ, അലക്സ്, പീറ്റർ, ലിതു, ജ്യോതിസ് എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിൽ നമുക്ക് സന്ദേശങ്ങൾ നൽകുന്ന ഡയസിസിൻ്റെ ഓഫീസേഴ്സ്, അധ്യക്ഷം വഹിക്കുന്ന എത്രയും സ്നേഹമുള്ള PC മാതിക്കുട്ടി അച്ഛൻ, ട്രഷറർ അച്ഛൻ, ബഹുമാനരായ അച്ഛന്മാരെ, വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ക്രിസ്മസ് കരോൾ ടീമുകളെ, പപ്പമാർ, വലിയ പപ്പമാർ, കൊച്ചു പപ്പമാർ, അതുപോലെ ഒരു ക്രിസ്മസിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വിദ്വാൻമാരും ഇടയന്മാരും അങ്ങനെ എല്ലാവരുമായി കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പ്രായമുള്ളവരെ കണ്ടിട്ടല്ല, പ്രായമുള്ളവരുടെ കൂടെ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടാണ് എനിക്ക് ഇന്ന് വളരെ സന്തോഷം തോന്നുന്നത്. കാരണം ഇത് കാണുമ്പോൾ ഒരു കാര്യം ശരിയാണ്, അല്ലെങ്കിൽ ശക്തമായിട്ട് നമുക്ക് ഉറപ്പിക്കാം, ആസന്ന ഭാവിയിലൊന്നും നമ്മുടെ നാട്ടിൽ നിന്നും ക്രിസ്മസ് പ്രോഗ്രാമുകൾ അന്യം നിന്ന് പോവുകയില്ല എന്നുള്ളത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ അത് കണ്ട് വളരുകയാണ് ചെയ്യും. അവർ പ്രായമാകുമ്പോൾ അവരും തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ അന്നത്തെ കാലഘട്ടത്തിനനുസരണമായി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ചെയ്യട്ടെ. ക്രിസ്തുവിൻ്റെ ജനന മഹോത്സവം അങ്ങനെ കൊണ്ടാടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ദൈവം എങ്ങനെയാണ് തൻ്റെ രക്ഷണ പദ്ധതി നടപ്പാക്കിയത്, ആരെയിലാണ് ദൈവം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ
ആരെല്ലാം ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ബഹുമാനുള്ള അധ്യക്ഷൻ പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. ദൈവത്തിന് തൻ്റെ പദ്ധതി, തൻ്റെ ദൗത്യം നിറവേറ്റുവാൻ ആരെ വേണേലും ഉപയോഗിക്കാം. ഒരുപക്ഷെ ലോകത്തിലുള്ള എല്ലാ സംഗതികളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ തെളിവാണ് അച്ഛൻ പറഞ്ഞത്. നമ്മൾ വിശ്വാസ പ്രമാണം ഉൾപ്പെടെ, സുവിശേഷം ഉൾപ്പെടെ കേൾക്കുന്ന മറ്റ് ഇതര ജാതി രാജാക്കന്മാരെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ രേഖപ്പെടുത്തലുകൾ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന 2 വാക്യങ്ങൾ ഉണ്ട്. അതൊന്ന് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 2:10. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 2:10 ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യവും ഉൽപ്പത്തി 3:10 തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനായതുകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഒരുപക്ഷെ ഭയത്തെക്കുറിച്ച് മനുഷ്യൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള സന്ദേശത്തിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടും കൂടെ നമുക്കൊന്ന് ചേർത്തൊന്ന് ചിന്തിച്ചാൽ ഇപ്രകാരം നമുക്ക് ചിന്തിപ്പാനായിട്ട് സാധിക്കും. ദൈവത്തോട് ചേർന്ന് വസിച്ച ഈ മനുഷ്യൻ ആദവും അവയും അവരെ അനുസരണം അല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലമായി അവർക്ക് ഭയമുണ്ടായി എന്നാണ് രേഖപ്പെടുത്തി. തോട്ടത്തിൽ നിന്ന് പുറത്താകുന്നതിന് മുമ്പാണ് സംഭവം. അവർ ഭയപ്പെട്ടു. അതുവരെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുമ്പോൾ കാലൊച്ച കേൾക്കുമ്പോൾ ഓടിച്ചെന്നിരുന്ന ആദവും അവയും അന്ന് പേടിച്ച് ഒളിച്ചിരിക്കുന്ന രംഗമാണ് അത്. അവർ വളരെ നിഷ്കളങ്കമായി പറയുന്നു, നിന്റെ കാലൊച്ച കേട്ടപ്പോൾ ഞങ്ങൾ ഒളിച്ചു, ഞങ്ങൾ നഗ്നരാണ് എന്ന് അവിടെ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. ദൂതൻ പറഞ്ഞ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. സർവ്വജനത്തിലുള്ള സന്തോഷം. ഒരിടത്ത് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുമ്പോൾ ഇവിടെ അവരോട് പറയാണ് ഭയപ്പെടേണ്ട. രണ്ടും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ പിതാവായ ദൈവമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പുത്രനായ ദൈവത്തിന്റെ ജനനത്തെക്കുറിച്ചാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെ. ദൈവവുമായുള്ള ബന്ധം മനുഷ്യൻ എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ഭീതി അല്ലെങ്കിൽ ഭയം ഉണ്ടാകും. ദൈവവുമായുള്ള ബന്ധം എപ്പോൾ അവൻ പുനഃസ്ഥാപിക്കുന്നുവോ അപ്പോൾ ഭയം നീങ്ങിപ്പോകും. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാൽ പ്രത്യേകിച്ച് യുവജനങ്ങൾ പൊതുവെ ജീവിതത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ പറ്റാതെ അതിനെ ഭയപ്പെടുന്നത് കാണുവാൻ സാധിക്കും. ജീവിതം അവസാനിപ്പിക്കുന്നതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. മറ്റ് പലതരമായ സ്വഭാവ വ്യത്യാസങ്ങളിലേക്ക് അവർ മാറിപ്പോകുന്ന, അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ മാറിപ്പോകുന്ന കാണുവാൻ സാധിക്കും. കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഭയമാണ്. അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളി തരണം ചെയ്യാൻ പറ്റാതെ ഭയം മൂലം അവര് ജീവിതം ഒരുപക്ഷെ മടുക്കുകയും ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടങ്ങളിൽ, പ്രതിസന്ധികൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ യുവജനങ്ങളെ, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രായമുള്ളവരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭയപ്പെടരുത്. അതാണ് നമ്മൾ അറിഞ്ഞു അറിയാതെയും പ്രഘോഷിക്കുന്ന ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഓർത്തോണം, ഭയപ്പെടാതിരിക്കാനായിട്ടുള്ള ശക്തി സംഭരിക്കാനുള്ള ഒരു അവസരമാണ്. ശക്തമായി ദൈവപുത്രന്റെ ജനത്തെ സാക്ഷിക്കാനുള്ള ഒരു സമയമാണ്. അത് സാക്ഷിക്കുക, വളരെ ശക്തമായി സാക്ഷിക്കുക. ഭയം കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കുക. എന്തിനേയും യാതൊന്നിനെയും ഭയപ്പെടരുത്, ദൈവത്തെ മാത്രം ഭയപ്പെടുക. അതാണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശം. ഈ 2024 ആണ്ടിലെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഭയം കൂടാതെ വരും നാളുകളിൽ ജീവിപ്പാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. എത്രയും ആഹ്ലാദപൂർണ്ണമായ, എത്രയും സന്തോഷപൂർണ്ണമായ ഒരു ക്രിസ്മസും ഏറ്റവും ഐശ്വര്യപൂർണ്ണമായ ഒരു നവവത്സരവും ഞാൻ നിങ്ങൾക്ക് നേരുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ വർഷത്തെ ഈ ക്രിസ്മസ് കരോൾ ഫെസ്റ്റ് ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കും. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുന്നു. മഹത്തായ ക്രിസ്മസ് ആഘോഷവേളയിൽ അർത്ഥവത്തായ ക്രിസ്മസ് സന്ദേശം നൽകിയ അഭിവന്ദ്യ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു.